ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് 10 മണിക്ക് അവർ പറഞ്ഞ സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ഉണർവ് ടിക്കറ്റ് ബുക്കിങ്ങിൽ സംഭവിച്ചിട്ടില്ല. ഒരു ഫാൻസുകാരും ആ സിനിമയെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 10 മണിക്കുള്ള ഷോയുടെ ടിക്കറ്റ് പോലും ഇപ്പോഴും വിറ്റ് തീർന്നിട്ടില്ല. ഇപ്പോഴും ടിക്കറ്റ് തിയേറ്ററുകളിലെല്ലാം പച്ച തെളിഞ്ഞ് കിടക്കുകയാണ്. നിങ്ങൾ ഒരു മോഹൻലാൽ ആരാധകരായിട്ട് പോലും നിങ്ങൾ ഇതുപോലുള്ള സിനിമയെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു നാണക്കേട് തന്നെയാണ്. കാരണം മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്നത് ഫാൻസുകാരുടെ ആഘോഷം തീർക്കുവാൻ വേണ്ടി 100-150 കോടി രൂപ ബഡ്ജറ്റിൽ വരുന്ന സിനിമക്ക് മാത്രം സപ്പോർട്ട് കൊടുത്താൽ പോരാ. ഇതുപോലുള്ള ചെറിയ സിനിമകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ ചെറിയ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു മമ്മൂട്ടി സിനിമ വരെ ബിഗ് ബജറ്റ് സിനിമ വരെ അത്രയ്ക്കും ഒരു ഹൈപ്പുണ്ട്. അപ്പോൾ ആ സിനിമ തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതിന് മുകളിൽ ഹൈപ്പ് അവർ കൊടുക്കാത്തതാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇപ്പോൾ ഇത്രയും ടിക്കറ്റ് ബുക്കിംഗ് കുറഞ്ഞു നിൽക്കുന്നത്. ഇനി നാളെ അതിൻ്റെ റിവ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിൽ ടിക്കറ്റ് പോലും കിട്ടാൻ പാടില്ലാത്ത തിരക്കായിരിക്കും. അതൊരിക്കലും ഫാൻസുകാരുടെ ബഹളമായിരിക്കും. അതിനകത്ത് കാണാൻ കഴിയുന്നത് കൂടുതലും കുടുംബങ്ങളുടെ തിരക്കായിരിക്കും. കാരണം അത്രയും നല്ല സിനിമയായിരിക്കും തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഞാൻ ഈ ചാനലിൽ എമ്പുരാനെ കുറിച്ച് കുറേ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ വേറെ ഏതെങ്കിലും മോഹൻലാൽ സിനിമയെക്കുറിച്ച് ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെ മാത്രമാണ് ഞാൻ കുറ്റം പറഞ്ഞത്. കാരണം എനിക്കത് ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. എനിക്കത് യാതൊരു രീതിയിലും ഉദ്ദേശിക്കാത്ത സിനിമ ആയതുകൊണ്ട് മാത്രം. അല്ലാതെ ലാലേട്ടൻ്റെ ഇത്രയൊക്കെ നല്ല സിനിമകളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. ഈ കളക്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ല. അപ്പോൾ നിങ്ങൾ തുടരുമെന്ന് പറഞ്ഞ സിനിമയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അത് ഇപ്പോൾ വെളിയിൽ വന്നിട്ട് ബുക്കിംഗ് ആരംഭിച്ചിട്ട് ഞാൻ വിചാരിച്ചു ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ തിരക്കായിരിക്കും ഞാൻ ആദ്യം ബുക്ക് ചെയ്തത്. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ പോലും ആ തിയേറ്ററിൽ പച്ച പോലും തീർന്നില്ല. ബാക്കിലോട്ടുള്ള ടിക്കറ്റ് പോലും ഇതുവരെ വിറ്റ് തീർന്നിട്ടില്ല. അപ്പം എല്ലാ മോഹൻലാൽ ഫാൻസുകാരും ഉണർവോടുകൂടി ഇത് 10 മണിക്ക് തന്നെ 10-ാം തീയതി ടിക്കറ്റ് എടുത്ത് സിനിമ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള അഭിപ്രായം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ സിനിമ അങ്ങനെയുള്ളൊരു സിനിമയാണ്. ഈ സിനിമ ഇന്ന് ഇറങ്ങിയ ഇതിൻ്റെ ബുക്കിംഗ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു എന്തൊക്കെയോ ഉണ്ട് സിനിമയ്ക്കകത്ത്. നമ്മുടെ അരുൺമൂർത്തി എന്തൊക്കെയോ പണി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിൻ്റെ ട്രെയിലർ കാണും, ഇതിൻ്റെ ആ ഒരു ടീസർ വീഡിയോ പോലത്തെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തൂല, ഒരു ഫാൻസുകാരെയും ഈ സിനിമ നിരാശപ്പെടുത്തൂല എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിൻ്റെ അണിയർ പ്രവർത്തകരുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് ഞാൻ പറയുകയാണ്. ആ സിനിമ നല്ല രീതിയിൽ വിജയിക്കേണ്ട സിനിമയാണ്, വിജയിക്കും. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളിപ്പോൾ ഫാൻസുകാരെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ തന്നെ അതിൻ്റെ പിറകെ പോകുന്നൊരു സമയം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയ്ക്ക് നല്ല രീതിയിലുള്ള സിനിമയാണിത്. സിനിമയുടെ റെസ്പോൺസ് അറിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഇരിക്കുന്ന ഫാൻസുകാരുണ്ടെങ്കിൽ പോലും നിങ്ങൾ പൊയ്ക്കോ, ഇതിൻ്റെ 100% ഉറപ്പാണ്. ഈ സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തൂല. അഥവാ നിരാശപ്പെടുത്തുന്നെങ്കിൽ അത് അത്രയ്ക്കും അവർ മോഹൻലാലിൽ നിന്ന് ഇതൊന്നുമല്ല, അഭിനയമല്ല പ്രതീക്ഷിക്കുന്ന. മോഹൻലാലിൽ നിന്നും മാസ് ഈ സിനിമയ്ക്കകത്ത് മാസില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, മാസ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഈ സിനിമയ്ക്കകത്ത് ഒരു മലയാളി പ്രേക്ഷകൻ മോഹൻലാലിൽ നിന്ന് എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. ഫാമിലി സമയത്ത് നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുത്ത് 10 മണിക്ക് തന്നെ സിനിമ ഷോ കാണാൻ. നിങ്ങൾക്ക് ഇപ്പോൾ 10 മണിയിൽ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വെളിയിൽ വന്നു തുടങ്ങിയിട്ട് നിങ്ങൾക്ക് പിന്നെ ചെറിയൊരു സസ്പെൻസ് പോലും അതിൻ്റെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോൾ അതിൻ്റെ ഒരു 20% നിങ്ങൾക്ക് ആദ്യം കാണുന്നതിൻ്റെ ഒരു ഇത് കുറയും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാൻസുകാരാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ സിനിമ കാണണം. ഞാൻ ഉറപ്പായിട്ടും സിനിമ 10 മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ 10 മണിക്ക് തന്നെ സിനിമ കാണും. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ സിനിമ വീട്ടിൽ വരാനൊന്നും കാത്തിരിക്കില്ല. അവിടെ എവിടെയെങ്കിലും ഉള്ളൊരു സ്ഥലത്ത് തന്നെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ അവിടെ വെച്ച് തന്നെ ഇതിൻ്റെ റിവ്യൂ പറയുന്നതാണ്. ഞാൻ ചിലപ്പോൾ എൻ്റെ റിവ്യൂ എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കാണുന്നവർക്ക് കാണട്ടെ. സിനിമ ഞാൻ ഇപ്പോഴേ പറയുകയാണ്, 100% ഉറപ്പിച്ച് ഈ സിനിമയുടെ റിവ്യൂ എൻ്റെ പോസിറ്റീവ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മോഹൻലാൽ ഈ ഒരു സിനിമ തിരഞ്ഞെടുത്തത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇതുപോലുള്ള സിനിമകളൊന്നും മോഹൻലാൽ തിരഞ്ഞെടുക്കാറില്ലായിരുന്നു. ഇങ്ങനൊരു സാധാരണക്കാരൻ്റെ വേഷം മോഹൻലാൽ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യത്തിൽ തന്നെ മോഹൻലാൽ അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ 2023 എനിക്ക് ഏറ്റവും വലിയ വെയിറ്റിംഗ് ഈ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. ഒരു മമ്മൂട്ടി ചിത്രത്തിന് വേണ്ടിയല്ല ഞാൻ ഇത്രയും ഈ 2025 വേണ്ടി വെയിറ്റ് ചെയ്തത്. കാരണം ഇത് തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ മറ്റന്നാൾ 10 മണിക്ക് ഞാൻ സിനിമ കാണാൻ കയറും. അപ്പോൾ സിനിമയുടെ റിവ്യൂ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഈ ചാനലിലിടും. അപ്പം ചില ഫാൻസുകാർ ചിലപ്പോൾ എതിർക്കുമായിരിക്കും. ഇപ്പോൾ മമ്മൂട്ടി ഫാൻസുകാർ ചിലപ്പോൾ ഈ വീഡിയോ എതിർക്കുമായിരിക്കും. എനിക്ക് കാര്യമില്ല. കാരണം ഞാൻ മമ്മൂട്ടി ഫാൻ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പം ഞാൻ ഒരു നടൻ്റെയും ഫാനല്ല. എല്ലാം നിഷ്പക്ഷമായിട്ട് പറയാനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ നന്ദി, നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയൊരു കണ്ടൻറ്റാണ്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനെ നമുക്കിപ്പോൾ അറിയാം, പുള്ളി ഒരു ആരോഗ്യനില ശരിയല്ലെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് ഈ മാസം 15-ാം തീയതി തന്നെ മമ്മൂട്ടിയുടെ MMN എന്ന് വെച്ചാൽ മഹേഷ് നാരായണൻ, മോഹൻലാൽ, മമ്മൂട്ടി, നയൻതാര ആ ഒരു പ്രോജക്റ്റിൽ മമ്മൂട്ടി ഈ മാസം 15-ാം തീയതി തന്നെ ഷൂട്ടിംഗ് റീ ആരംഭിക്കുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ
ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മമ്മൂട്ടിക്ക് ഇനിയും റെസ്റ്റ് ആവശ്യമുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ ചെന്നൈയിലാണ് മമ്മൂട്ടി എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. പക്ഷേ ചികിത്സയുടെ ഭാഗമായിട്ട് റെസ്റ്റ് പറഞ്ഞിരിക്കാൻ ഡോക്ടർമാർ ഇനിയും കൂടുതൽ റെസ്റ്റ് ആവശ്യമുള്ളതിനാൽ ഈ മാസം 15-ാം തീയതി ഒരിക്കലും മമ്മൂട്ടിക്ക് ഈ MMMN എന്ന് പറയുന്ന പ്രോജക്റ്റിലോട്ട് മമ്മൂട്ടിക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പം MMMN എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് കുറച്ച് ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം മമ്മൂട്ടിയുടെ പോർഷൻസ് ഷൂട്ട് ചെയ്യാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. അത് ഇപ്പം കുറച്ച് സ്ഥലത്തൊക്കെ അത് വെളിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ വീഡിയോകളായിട്ടൊന്നും ഞാൻ കണ്ടില്ല. എന്നാലും ചിലപ്പോൾ അടുത്ത മാസം ഒരു 25-ാം തീയതിയോടൊപ്പം ആ ഒരു സമയത്ത് മാത്രമേ മമ്മൂട്ടിക്ക് ഈ ഒരു പ്രോജക്റ്റിലോട്ട് കടക്കാൻ സാധിക്കുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ 25-ാം തീയതി വരെ മമ്മൂട്ടിക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർമാരെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് മാത്രമേ മമ്മൂട്ടി ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ റിലീസിനെയും അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാലും നമുക്ക് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മമ്മൂട്ടി ഈ സിനിമയിലോട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്തി ഈ സിനിമയുടെ ഷൂട്ടിങ്ങും പൂർത്തിയായി ഈ സിനിമ പുറത്തിറക്കട്ടെ. ഇത് മലയാളികളെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത് വെളിയിൽ വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം നല്ല രീതിയിൽ ഇത് വെളിയിൽ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.